നമ്മുടെ ഇന്ത്യയിൽ സൂര്യൻ അസ്തമിച്ചാൽ പിന്നീട് മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ഒരിടമുണ്ട്. രാജസ്ഥാനിലെ ഭാൻഗഡ് കോട്ട. വെറുമൊരു നാടൻ കഥയല്ല ഇത്. ഭാരത സർക്കാരിന്റെ പുരാവസ്തു ഗവേഷണ വിഭാഗം ഔദ്യോഗികമായി ബോർഡ് വെച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഇന്ത്യയിലെ ഏക സ്ഥലം. സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ ഈ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നത് നിയമവിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു ബോർഡ് വെച്ചത്? ആരെയാണ് അവിടെ പേടിക്കേണ്ടത്? ഈ കോട്ട ഒരു പ്രേതനഗരമായി മാറാൻ കാരണം ഒരു മന്ത്രവാദിയുടെ ശാപമാണെന്ന് പറയപ്പെടുന്നു. സുന്ദരിയായ രത്നാവതി രാജകുമാരിയെ സ്വന്തമാക്കാൻ സിംഗിയ എന്ന മന്ത്രവാദി ആഭിചാരവിദ്യകൾ പ്രയോഗിച്ചു. പക്ഷേ അയാളുടെ തന്ത്രം പരാജയപ്പെടുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. മരിക്കുന്നതിനു മുൻപ് അയാൾ ആ നഗരത്തെ ശപിച്ചു. ഈ കോട്ടയിലുള്ള ആരും ഇനി ജനിക്കില്ല, എല്ലാവരും കൊല്ലപ്പെടും, അവരുടെ ആത്മാക്കൾ ഇവിടെ തളയ്ക്കപ്പെടും. അത്ഭുതമെന്ന് പറയട്ടെ, തൊട്ടടുത്ത വർഷമുണ്ടായ യുദ്ധത്തിൽ ഭാൻഗഡ് നഗരം പൂർണ്ണമായും തകർന്നു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഭാൻഗഡിലെ തകർന്ന വീടുകൾക്ക് ഇന്നും മേൽക്കൂരകളില്ല. ഒരു വീടിന് പോലും മുകളിൽ മേൽക്കൂര കാണില്ല. എത്ര തവണ നിർമ്മിക്കാൻ ശ്രമിച്ചാലും അത് തകർന്നു വീഴുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ മേൽക്കൂരയില്ലാത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത്. ഇന്നും രാത്രികാലങ്ങളിൽ ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് സ്ത്രീകളുടെ വള പൊട്ടുന്ന ശബ്ദവും മന്ത്രവാദിയുടെ ചിരിയും കേൾക്കാറുണ്ടെന്ന് സഞ്ചാരികൾ പറയുന്നു. രാത്രിയിൽ ഈ കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന ചില സാഹസികർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും രഹസ്യമാണ്. ചിലർക്ക് മാനസികാഘാതമുണ്ടായതായും മറ്റു ചിലരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. ആ മന്ത്രവാദിയുടെ ശാപം ഇന്നും ആ കല്ലുകളിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാൻഗഡിനെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ 3 യുവാക്കൾ ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു രാത്രി ചിലവഴിക്കാൻ തീരുമാനിച്ചു. നിയമം ലംഘിച്ച് അവർ അകത്തു കയറി. പക്ഷേ ആ രാത്രി അവർ കണ്ടതെന്താണെന്ന് ആർക്കും അറിയില്ല. പിറ്റേന്ന് രാവിലെ പരിഭ്രാന്തരായ നിലയിൽ അവരെ കണ്ടെത്തുമ്പോൾ ഒരാൾക്ക് സംസാരിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടിരുന്നു. ആ രാത്രി അവിടെ നടന്നതെന്താണെന്ന് അവർ ഇന്നും ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് വെറുമൊരു കഥയല്ല, പ്രാദേശിക പത്രങ്ങളിൽ വരെ വന്ന വാർത്തയാണ്. കോട്ടയ്ക്കുള്ളിലെ ചില പ്രത്യേക ഭാഗങ്ങളിലെത്തുമ്പോൾ പെട്ടെന്ന് സുഗന്ധദ്രവ്യങ്ങളുടെ മണം അനുഭവപ്പെടുമെന്ന് ചില വിനോദസഞ്ചാരികൾ അവകാശപ്പെടുന്നു. മന്ത്രവാദി രാജകുമാരിയെ വശീകരിക്കാൻ ഉപയോഗിച്ച ആ മന്ത്രം ചൊല്ലിയ എണ്ണയുടെ മണമാണിതെന്ന് ചിലർ വിശ്വസിക്കുന്നു. തൊട്ടുപിന്നാലെ പെട്ടെന്നൊരു തണുത്ത കാറ്റും അവിടെ അനുഭവപ്പെടുമത്രേ. ആ മന്ത്രവാദിയുടെ സാന്നിധ്യം ഇന്നും അവിടെയുണ്ടെന്നതിന്റെ അടയാളമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ അതിമനോഹരമായ ചില അമ്പലങ്ങളുണ്ട്. പക്ഷേ അതിലൊന്നും ദൈവങ്ങളുടെ പ്രതിമകളില്ല. ഒരു ശാപമേൽക്കുമ്പോൾ ആ സ്ഥലം എത്രത്തോളം ശൂന്യമാകുമെന്ന് കാണിച്ചു തരുന്ന ദൃശ്യങ്ങളാണിത്. ഹനുമാൻ ക്ഷേത്രം മാത്രമാണ് കോട്ടയുടെ പുറത്ത് സുരക്ഷിതമായിരിക്കുന്നത്. ദുഷ്ടശക്തികളെ കോട്ടയ്ക്ക് പുറത്തു കടക്കാതെ തടഞ്ഞു നിർത്തുന്നത് ഈ ക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഈ വിജനമായ കോട്ടയ്ക്കുള്ളിൽ നിന്ന് നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളുടെ പാദസരക്കിലുക്കവും പഴയ സംഗീതവും കേൾക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ ഉറപ്പിച്ചു പറയുന്നു. മന്ത്രവാദിയുടെ ശാപമേൽക്കുന്നതിനു മുൻപ് ഈ കോട്ടയിൽ നടന്നിരുന്ന ആഘോഷങ്ങൾ ഇന്നും ആത്മാക്കൾ ആവർത്തിക്കുകയാണോ? അവിടെ പോയ പലരും ഈ വിചിത്രമായ സംഗീതം റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ക്യാമറകളും റെക്കോർഡറുകളും ആ നിമിഷം നിശ്ചലമായി പോയി. കോട്ടയുടെ മുകളിലത്തെ നിലയിൽ, കൃത്യമായി പറഞ്ഞാൽ മന്ത്രവാദി മരിച്ചുവീണ ആ സ്ഥലത്ത് രാത്രികാലങ്ങളിൽ ഒരു കറുത്ത രൂപം നടക്കുന്നത് കണ്ടവരുണ്ട്. കോട്ടയ്ക്ക് കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാർ പോലും രാത്രിയിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഭയപ്പെടുന്നു. ചിലപ്പോൾ ആ നിഴൽ രൂപം കോട്ടയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നതുപോലെ തോന്നുമെങ്കിലും താഴെ എത്തുമ്പോൾ അത് വായുവിൽ അപ്രത്യക്ഷമാകുന്നു. പകൽ സമയത്ത് പോലും ഈ കോട്ടയുടെ ചില ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ ആരെങ്കിലും തള്ളുന്നതുപോലെയോ അല്ലെങ്കിൽ തോളിൽ തട്ടുന്നതുപോലെയോ അനുഭവപ്പെട്ട സഞ്ചാരികൾ ധാരാളമാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആരോ കാതിൽ വന്ന് മന്ത്രിക്കുന്നത് പോലെ തോന്നും. നിഗൂഢമായ ആ മന്ത്രവാദിയുടെ ആത്മാവ് ഇന്നും ആ കോട്ടയുടെ ഓരോ കല്ലിലും ഉണ്ടെന്നതിന്റെ തെളിവായിട്ടാണ് ഇതിനെ കാണുന്നത്.